നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 326 326. ഓം ഗം ഗണപതയേ നമ. ഓം സംസരസത്തെ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 1 27ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് സംസാരിക്കേണ്ടത്. അത് അത്രിരുവാച, അത്രി മഹർഷി പറയുന്നു. ശ്ലോകം 27. വിശ്വോദ്ഭവസ്ഥിതിലയേഷു വിഭജ്യമാനൈർമായാഗുണൈരനുയുഗം വിഗൃഹീതദേഹാം തേ ബ്രഹ്മവിഷ്ണുഗിരിശാ പ്രണതോസ്മ്യഹം വസ്തേഭ്യ കയേവ ഭവതാം മ ഇഹോ ബഹൂത. ഇതാണ് ശ്ലോകം. ഈ 4 വരി ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം നോക്കുകയാണെങ്കിൽ, വിശ്വത്തിൻ്റെ ഉത്ഭവം, സ്ഥിതി, ലയം എന്നിവയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതി ഗുണങ്ങളാൽ യുഗംതോറും വിശേഷേണ ഗ്രഹിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവരാകുന്ന ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ അവരാകുന്നു ആ നിങ്ങളുടെ മധ്യത്തിൽ. എന്നാൽ ഇവിടെ വിളിക്കപ്പെട്ടവനാരാകുന്നു? നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. നിങ്ങളെ ഇവിടെ വിളിക്കപ്പെട്ടു, നിങ്ങളിവിടെ എത്തി, നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി അത്രിയുടെ സ്തുതിവചനം. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാന്മാരെ, ഈ 3 ആളെയും, ബ്രഹ്മാവിനെയും പരമശിവനെയും സാക്ഷാൽ ശ്രീനാരായണനെയും സ്തുതിക്കുകയാണ്. അല്ലയോ ദേവാധിപന്മാരെ. ഇവർ 3 ആളും ആരാ? ദേവന്മാർക്കും അധിപന്മാരാണ്. ഈ മൂർത്തി സങ്കല്പം, ത്രിമൂർത്തികളെന്ന് പറയും. ലോകത്തെ നിർമ്മിച്ച് സംരക്ഷിച്ച് ലയിപ്പിക്കുന്നതിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഗുണങ്ങളെ അംഗീകരിച്ചിട്ട് യുഗം തോറും, ഓരോ യുഗത്തിലും, ഓരോ സ്വഭാവത്തിലും, ഓരോ ഭാവത്തിലും, ഓരോ നിറത്തിലും വാഹനം മാറും, ഒക്കെ മാറും. അപ്പോൾ വിശേഷ ശരീരങ്ങളെ ധരിക്കുന്ന, യുഗം തോറും അതാത് കാര്യങ്ങളെ നിർവഹിപ്പാൻ ഉപകരിക്കുന്ന വിശേഷ ശരീരങ്ങളെ ധരിക്കുന്ന ത്രിമൂർത്തികൾ യാതൊരുത്തരോ, അതാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന നാമധേയങ്ങളാൽ സുപ്രസിദ്ധന്മാരായിരിക്കുന്ന ആ ദേവന്മാരാണ് നിങ്ങളെന്ന് ഞാൻ അറിയുന്നു എന്ന് അത്രി മഹർഷി പറയണു. എന്നിട്ട് നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ സങ്കല്പം ഏകനായ ദേവനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നായിരിക്കുന്നുവല്ലോ. ആ ഏകൻ നിങ്ങളിൽ ആരാണെന്ന് നിങ്ങൾ തന്നെ എന്നെ ധരിപ്പിക്കുവിൻ. നോക്കൂ, ഇവിടെ പരീക്ഷണമല്ല, ഒരു റിക്വസ്റ്റാണ്. എൻ്റെ ഉദ്ദേശം ഈശ്വരൻ ഏകനാണ്. അപ്പോൾ ആ ഏകത്വം നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. ആരാണ് സുപ്രീം? അപ്പോൾ 28ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഏകോ മയേഹ ഭഗവാൻ വിവിധ പ്രധാനേ ചിത്തീകൃത പ്രജനനായ കഥം നുയൂയം അത്രാഗതാസ്തനുഭൃതാം മനസോ വിധൂരാ ഭ്രൂത പ്രസീദതമഹാനിഹ വിസ്മയോ മേ. 4 വരി ശ്ലോകമാണ്. എടുത്താൽ പൊങ്ങില്ല. ഒരു 1.5 ശ്ലോകമാണെന്നൊക്കെ. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. നാനാവിധങ്ങളും പ്രധാനങ്ങളുമായ സാധനങ്ങളാൽ ഏകനായ ഭഗവാൻ, ശ്രദ്ധിക്കുക, ഏകനായ ഭഗവാൻ ഇവിടെ പ്രജനനത്തിനായിക്കൊണ്ട്, പ്രജകളെ വർദ്ധിപ്പിക്കുന്നതിനായിക്കൊണ്ട് എന്നാൽ ചിത്തത്തിൽ നയിക്കപ്പെട്ടു. ശരീരങ്ങളുടെ മനസ്സിനും കൂടെ അഗോചരങ്ങളായ ഈ ഈശ്വരീയതേനെ നഗ്നമായ കണ്ണുകളെ കൊണ്ട് നോക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതൊരു ക്വാളിറ്റേറ്റീവ്
ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗുണപ്രധാനമാണ്. സത്യത്തിൽ ഗുണാധീനനാണ് ഈശ്വരൻ, ഗുണങ്ങളോട് കൂടിയിട്ടില്ല. പ്രകൃതി ഗുണങ്ങൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരീരങ്ങളുടെ മനസ്സിനും കൂടെ അഗോചരന്മാരായ നിങ്ങൾ എങ്ങനെ ഇവിടെ ആഗതന്മാരായി അരുളി ചെയ്യണം, പ്രസാദിക്കണം, ഇതിൽ എനിക്ക് മഹത്തായ അത്ഭുതം തോന്നുന്നു എന്നാണ് അത്രി മഹർഷി പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം: വരം നൽകുവാനായി വന്നിരിക്കുന്ന ത്രിമൂർത്തികളോട് നിങ്ങളിൽ ഒരുവനെയല്ലേ ഞാൻ ആഹ്വാനം ചെയ്തത്? നിങ്ങൾ എന്തിനാ മൂന്നാളും കൂട്ടിയിട്ട് വന്നത്? നിങ്ങളിൽ ആരാണ് കേമൻ? ആ ദേവൻ ആരാണ്? ഞാൻ ഉദ്ദേശിച്ച ഏകനായിരിക്കുന്ന ഈശ്വരൻ ആരാണ് എന്നുള്ള ആദ്യത്തെ ചോദ്യം അവരിൽ അനാദരത്തെ സൂചിപ്പിക്കുന്നല്ലയോ എന്നുള്ള ശങ്കയെ പരിഹരിച്ചുകൊണ്ട്, സത്യത്തിൽ ഈ ചോദ്യകർത്താവിൻ്റെ മാനസികാവസ്ഥ നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അബദ്ധം വരും. ഇപ്പം ഞാൻ പലതും ടൈം ലൈനിൽ എഴുതുന്നുണ്ട്, പലർക്കും അത് ഭിന്ന അഭിപ്രായമായിട്ട് തോന്നും. കാരണം എന്താ, അവർ ആദ്യം മുതൽക്ക് ഫോളോ ചെയ്യണില്ല. പെട്ടെന്ന് എവിടെയെങ്കിലും കയറി ഫോളോ ചെയ്യുമ്പോൾ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ പിന്നാലെ അവരനെ കാര്യടവേ ചെയ്യും മായ. അതാണ് അനാദരത്തെ സൂചിപ്പിക്കുന്നില്ലയോ എന്നുള്ള ശങ്കയെ പരിഹരിച്ചുകൊണ്ട് അലഭ്യാലാപത്താൽ, അലഭ്യ വിചാരിക്കാതെ കണ്ട് ലാഭം ഉണ്ടായത്, ഒരേ കഴിവുള്ള മൂന്നാൾക്കാരനെ വന്നത്, പക്ഷേ അവർ മൂന്നാളും ചെയ്യുന്ന ജോലിക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രം അല്ലേ. അപ്പോൾ ഭഗവാൻ നാരായണന് എന്താണെന്നാ പറയുക, പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെ പരിപാലിക്കുക? പരിപാലനത്തിന് സൃഷ്ടി വേണം. അതേപോലെ ലയനത്തിനും പരിപാലനം ഇല്ലെങ്കിൽ എങ്ങനെ? സൃഷ്ടി പുറത്തേക്ക് വന്നില്ല, പാപ സൃഷ്ടിയായി വിചാരിക്കുക, ചാവുള്ളയായി, അതിനെ പിന്നെ ലയനം പ്രാപിക്കാൻ മൂപ്പർക്കെന്താ അവിടെ സമയം? അപ്പോൾ ഇതൊക്കെ വിചാരധാരയിൽ മനനം ചെയ്യുമ്പോഴാണ് ഏകമായിരിക്കുന്ന ഈശ്വരൻ്റെ കഴിവുകളെപ്പറ്റി പ്രാപിക്കാൻ പറ്റാത്തതാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാവുക. അപ്പോൾ അലഭ്യലാഭത്താൽ അതിസന്തുഷ്ടനായിരിക്കുന്ന മുനി തൻ്റെ ജിജ്ഞാസയെ പ്രകാശിപ്പിക്കുന്നു. സത്യത്തിൽ ചോദ്യത്തിലുള്ള അഭംഗിയല്ല, ചോദ്യത്തിൽ ആശ്ചര്യമാണ് ഉണ്ടായത്. അത് കേൾക്കുക. ഇതിപ്പോൾ അതിൻ്റെ പ്രിയാമ്പിളാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. നാനാവിധങ്ങളും ഉത്കൃഷ്ടങ്ങളുമായ പൂജോപകരണങ്ങളെ കൊണ്ട് ഐശ്വര്യാദികളായ 6 ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ഒരു ദേവൻ, അതായത് ജനനം, സ്ഥിതി ചെയ്യുക, വികാരം കൊള്ളുക, വികാരം അവസാനിക്കുക, ജര വരിക, ലയിക്കുക, അതില്ലാത്തവനാണ് ഭഗവാൻ. നമ്മൾക്കൊക്കെ അതുണ്ട്. നമ്മൾ ജനിക്കണു, വളരണു, സ്ഥിതി ചെയ്യണു, ജരാനരകൾ വരണു, ലയിക്കണു അല്ലേ. അതാണ് ഷഡ്ഗുണ പൂർണ്ണൻ, ഷഡ്ഗുണങ്ങൾക്ക് അതീതൻ. അപ്പോൾ ഇവിടെ 6 ഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന ഒരു ദേവൻ എന്നിൽ സന്താനമായി അവതരിക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ചിത്തത്തിൽ ആ ദേവനെ പൂജിച്ചും. എവിടെ പൂജിച്ചത്? ചിത്തത്തിൽ പൂജിക്കാൻ ഒരു പൂജാരി വേണോ? പറ്റുമോ? തന്ത്രിക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ ഭാഗവതം ഉണ്ടായ കാലത്തെ അവസ്ഥ അല്ല ഇപ്പോൾ. കാരണം ഇതിന് നമ്മൾ ചില നീക്കുപോക്കുകൾ ചെയ്തു. എല്ലാവർക്കും ഇത് പറ്റില്ല, ഇതിന് ഞങ്ങളുണ്ട്, സോറി, അവിടെയാണ് പ്രശ്നം വന്നത്. ഭാഗവതത്തിനെ മാനിക്കണതിന് പകരം നമ്മൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നവരെ ബഹുമാനിക്കണമെന്നാക്കി തീർത്തു. അങ്ങനെയല്ല വേണ്ടത്. ആ സബ്ജക്റ്റിൽ നിന്നും നമ്മൾ പുറത്തു പോകരുത്. അപ്പം എന്തായി? ചിത്തത്തിൽ ആ ദേവനെ പൂജിച്ചും ധ്യാനിച്ചും കൊണ്ടിരുന്നു. ശരീരികളുടെ മനസ്സിനു കൂടെ അഗോചരന്മാരായിരിക്കുന്ന നിങ്ങൾ 3 പേരും എൻ്റെ ഏകദേവധ്യാന ഫലമായിട്ട്, ആ ഒരു വാക്കുണ്ടല്ലോ, ഏകദേവ, ഈശ്വരൻ ഒന്നാണ്, ആത്മാവ്, ബ്രഹ്മം. അപ്പോൾ ഏകദേവധ്യാന ഫലമായിട്ട് ആഗമിച്ചിരിക്കുന്നതിൽ എനിക്ക് അത്യാശ്ചര്യം തോന്നുന്നു. അവിചാരിത്വവും, വിചാരിക്കാത്ത കാര്യങ്ങൾ, അലഭ്യവുമായ ലാഭത്താൽ ഞാൻ അതിധന്യനായി ഭവിച്ചു. ഏകദേവൻ്റെ ധ്യാനത്താൽ ത്രിമൂർത്തികളായ നിങ്ങളുടെ പ്രസാദം ലഭിച്ചത് എങ്ങനെയെന്നുള്ള എൻ്റെ ശങ്കയെ
പരിഹരിപ്പാനായി നിങ്ങൾ എന്നിൽ പ്രസാദിക്കണം എന്ന് പറഞ്ഞു. മൈത്രേയ ഉവാച. അപ്പോൾ അത്രി മഹർഷിയുടെ സംശയം മൈത്രേയ മഹർഷി മാറ്റി കൊടുക്കുകയാണ്. എന്താ 29 ഇതി തസ്യ വച. ഇങ്ങനെയുള്ള അത്രി മഹർഷിയുടെ വാക്കുകൾ ശ്രുത്വാ കേട്ടിട്ട് ത്രയസ്തേ വിബുധർഷഭ പ്രത്യാഗുശ്ലഷ്ണയാ വാച പ്രഹസ്യ തം ഋഷിം പ്രഭു. ആ ഋഷിയോട് പറഞ്ഞു, എന്ത്? ഹേ സമർത്ഥ. എന്താ പറഞ്ഞത്? ഹേ പ്രഭു. പ്രഭു ആരായിരിക്കും? സമർത്ഥ. അപ്പോൾ ത്രിമൂർത്തികൾ അല്ല, മൈത്രേയ മഹർഷി പിന്നെ അത്രീനെ സമർത്ഥ എന്ന് പറയുമ്പോൾ സാധാരണക്കാരനാണോ അത്രി മഹർഷി? അല്ല. അപ്പോൾ അവൻ്റെ ഇപ്രകാരമുള്ള വചസ്സിനെ കേട്ടിട്ട് ദേവശ്രേഷ്ഠന്മാരായ അവർ 3 പേർ മന്ദഹാസം ചെയ്തിട്ട് മധുരവാക്യത്താൽ ആ മുനിയോട് മറുപടി പറഞ്ഞു എന്നാ. അപ്പോൾ ഇത് ഈ സമർത്ഥ എന്നുള്ളത് ആരാ? ത്രിമൂർത്തികളാണ് പറഞ്ഞത്. അത്രി മഹർഷീനെ സമർത്ഥ എന്ന സല്യൂട്ടേഷനിലാണ് ഉപയോഗിച്ചത്. എന്താണ് മൈത്രേയൻ പറഞ്ഞത്? അതിൻ്റെ ഭാവാർത്ഥം: കാര്യസാരം ധരിപ്പാൻ സമർത്ഥനായ ഹേ വിദുര. ഹേ വിദുര, തനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറയാണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കില്ലല്ലോ. അപ്പം ഹേ വിദുര, അത്രിയുടെ സംശയസ്വരൂപമായി വചനം കേട്ടപ്പോൾ ദേവാധിപന്മാരായ ത്രിമൂർത്തികൾക്ക് പുഞ്ചിരി ഉണ്ടായി എന്നാണ്. പരിഹാസമല്ല ഉണ്ടായത്, പുഞ്ചിരി. നമ്മളുടെ മായ താപസന്മാരെയും മോഹിപ്പിക്കുന്നുവെന്നാണ് പുഞ്ചിരി സൂചിപ്പിക്കുന്നത്. താപസൻ്റെ സംശയം തീർക്കുവാൻ തക്ക വിധത്തിൽ മധുരമായി പറഞ്ഞു. ഭക്തതാപസൻ, ആ വാക്കിന് ഗരിമ കൂടും. വെറും താപസനല്ല, ഭക്തതാപസൻ. അതേപോലെയാണ് എൻ്റെ ഗുരുനാഥൻ ഭക്തദാസൻ. ഭഗവത് ദാസനല്ല, ഭഗവത് ദാസനാവാൻ ബുദ്ധിമുട്ടാണ്. ഭഗവത് ദാസനേക്കാൾ പ്രധാനം ഉണ്ടായിരിക്കെ ഭാഗവത ഭക്തദാസൻ, ഭക്തദാസ. അപ്പോൾ ഓരോ എപ്പിസോഡ് കഴിയുന്തോറും ഭഗവാൻ എനിക്ക് എൻ്റെ ഗുരുനാഥനോടുള്ള അടുപ്പം കൂട്ടിക്കൂട്ടി തരിക ചെയ്യുന്നത്. ആരാണ് അദ്ദേഹം? മറ്റാരുമല്ല, പിന്നെ ആരാ? പരംഗുരു. അദ്ദേഹത്തിൽ സുവിധമായി വർത്തിച്ചേരുന്ന ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവാണ് എന്നെ ഉപോത്ബലകനാകണത്, ഉദ്ബോധിപ്പിച്ചത്. ആ ശരീരമല്ല, ആത്മാവ്. അവിടെയാണ് രസം. ഓരോ ശ്വാസനിശ്വാസത്തിലും അദ്ദേഹത്തിനെ ഞാൻ കാണുന്നു, അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കണു. സ്വതസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രകടനം എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങൾ, മുഖത്തെ ഭക്തിയുടെ ചലനങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞത്? പുഞ്ചിരി സൂചിപ്പിക്കുന്നത് എന്താ? ഭക്തതാപസൻ്റെ സംശയം തീർക്കുവാൻ തക്ക വിധത്തിൽ മധുരമായി മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. ദേവാ ഊജുഹു, ദേവന്മാർ ഒരേ സ്വരത്തിൽ അവർ 3 കൂടിയിട്ടാണ് പറഞ്ഞത്. 30-ാമത്തെ ശ്ലോകം: യഥാകൃതസ്തേ സങ്കൽപ്പോ ഭാവ്യം തേനേവ ന അന്യഥാ സത്സങ്കൽപ്പസ്യ തേ ബ്രഹ്മൻ യദ് ധ്യായത് തേ വയം. അതിൻ്റെ വാക്കാർത്ഥം: ഏതുവിധം ചെയ്യപ്പെട്ടുവോ അപ്രകാരം തന്നെ ഭവിക്കത്തക്കതാകുന്നു. യഥോ രാജ തഥോ പ്രജ. രാജാവ് എങ്ങനെയാണ് അതേപോലെ പ്രജകളാവും. അപ്പോൾ ഇവിടെ എന്നിലുള്ള ഭക്തി എങ്ങനെയാണ്? അതിന് കാരണം എന്താ? എന്നിലുള്ള ഈശ്വരീയത. അപ്പോൾ ഏതുവിധം ചെയ്യപ്പെടുന്നുവോ അപ്രകാരം തന്നെ ഭവിക്കത്തക്കതാകുന്നു. അതാണ് അവരവരുടെ ഉച്ചിയിൽ ഒരു തഥാതൻ മുഴുവൻ ഋഷി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ സങ്കല്പ വികല്പങ്ങളെ തഥാസ്തു എന്ന് അദ്ദേഹം അനുഗ്രഹിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ചിന്തിച്ചാൽ അതും തഥാസ്തു എന്ന് പറഞ്ഞാൽ ആ നാശം നമുക്കാണ് വരിക. അപ്പോൾ
ഒരമ്പലത്തിൽ പോയിട്ട് ശത്രുമുട്ട് നക്ഷത്രം ഇന്ന നാമധേയം ഡീം എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ബാധയൊക്കെ നമുക്കാണ് വരിക. അല്ലാണ്ട് നാളികേരത്തിൽ കൂടെ ഇതെങ്ങനെ പോവുക? മനസ്സ് ക്ലീൻ ആവാണ്ട് നാളികേരം എന്ത് ചെയ്യണോ അതിൽ? അവിടെയാണ് ചൈതന്യം മനസ്സിലല്ലേ, നാളികേരത്തിലല്ലല്ലോ. ഇത് മുട്ട അറക്കണ ആളാരാ? പൂജകൻ. അവർ ശമ്പളത്തിന് നിൽക്കുന്ന ആളല്ലേ. നിങ്ങൾക്കും അയാൾക്കും കൂടി എന്താ ബന്ധം? ചോദിച്ചതിന് സമാധാനം പറഞ്ഞു പ്രശ്നമുണ്ടോ? അപ്പോൾ ഏതുവിധം ചെയ്യപ്പെട്ടുവോ അപ്രകാരം തന്നെ ഭവിക്കത്തക്കതാകുന്നു, മറ്റൊരു വിധമില്ല. സത്തായ സങ്കല്പത്തോടു കൂടിയ സത്തായ, അതാണ് ഒറിജിനൽ സത്തായ സങ്കല്പത്തോടു കൂടിയ അങ്ങയുടെ യാതൊന്ന ധ്യാന വിഷയമോ അവരാണ് ഞങ്ങൾ വിളിക്കാണ്ട് വന്നവരല്ല. അങ്ങയുടെ വിചാരധാരയിൽ അങ്ങ് സങ്കല്പിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു എന്ന് അങ്ങയ്ക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങയുടെ സങ്കല്പമാണ് ഞങ്ങൾ നിറവേറ്റിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ദേവന്മാർ ത്രിമൂർത്തികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഹേ ബ്രഹ്മജ്ഞ. അത്രീനെ വിളിച്ചതെന്താ? ഹേ ബ്രഹ്മജ്ഞ, സത്യസങ്കല്പനായ അങ്ങയുടെ സങ്കല്പം ഏതു വിധമോ ആ വിധം തന്നെ ഭവിക്കണമല്ലോ. അല്ലെങ്കിൽ സങ്കല്പം സത്യമായി വന്നില്ല എന്നൊരു ദോഷം നേരിടും. അതാണ് ഇന്നിപ്പോൾ സമൂഹത്തിൽ 99.99 എന്താ, സങ്കല്പം സത്യമായി വന്നിട്ടില്ല. സങ്കല്പം സത്യമായി വന്നിട്ടുണ്ടെങ്കിൽ ക്യൂവിൽ ഇത്ര ആൾക്കാർ വരില്ല. ഓരോ അമ്പലങ്ങളിലും ക്യൂ കൂടി വരുന്നത് എന്താ? സത്യം പറയണം, കാര്യം സാധിക്കണില്ല അവർക്ക്. കാരണം ഞാൻ എൻ്റെ പരിമിതമായ അറിവുള്ളപ്പോൾ തന്നെ ക്യൂവിൽ നിൽക്കുന്നത് നിർത്തി. ഇപ്പോൾ ദോംബിവിലി ചിലവർക്കറിയാം, എത്രയോ വർഷം മുമ്പേ ഒരു സപ്താഹത്തിന് ഊണ് കഴിക്കാൻ നിൽക്കുകയാണ്. എനിക്ക് സംഘാടകർ വന്ന് ആചാര്യൻ്റെ ഒപ്പം പോയി ഊണ് കഴിക്കാം വരൂ ഒന്ന് ക്ഷണിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ ഇവരുടെ ഒപ്പം ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് ഉറച്ചിട്ടാണത്. സ്ഥിതപ്രജ്ഞ. എനിക്ക് എക്സ്പ്രസ് അത്ര വലിയ പ്രഭാഷകനൊന്നുമല്ല ഞാൻ ഇപ്പോഴും. എന്നാലും കാര്യങ്ങൾ ഭഗവാൻ എനിക്ക് പിടിതന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്പെഷ്യൽ കാറ്റഗറി വേണ്ട. ആ ഒരൊറ്റ കാര്യം തന്നെ എനിക്ക് ബോധത്തിലുണ്ട്. അതോ എവിടെ പോയാലും ഞാൻ മറ്റുള്ളവരുടെ ഔദാര്യം ഞാൻ സ്വീകരിക്കാറില്ല. അങ്ങനെ എനിക്ക് തൊണ്ട. എന്നിലുള്ള ചൈതന്യത്തിനെ ഞാൻ അനുസന്ധാനം ചെയ്യണം. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ സങ്കല്പം സത്യമായി വന്നില്ല എന്നൊരു ദോഷം നേരിടും. ലോകത്തെ നിയമിക്കുന്നതായ യാതൊരു പരമതത്വത്തെ അങ്ങ് ചിത്തത്തിൽ ധ്യാനിക്കുന്നുവോ ആ ഏകത്വം തന്നെ ഞങ്ങൾ മൂവരും. ആരെയും ചെറുതായി കാണണ്ട. ബ്രഹ്മാവിനെയും പരമശിവനെയും വിഷ്ണുവിനെയും ഒരേപോലെ ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്നാ കഥകളിൽ പലതും പറയും. പക്ഷേ നമ്മുടെ ടീച്ചിങ് എന്താ? ഈശ്വരൻ ഒന്നാണ്. അത് രൂപം മാറി. അതുകൊണ്ട് ഈശ്വരൻ്റെ ഗുണഗണങ്ങൾക്ക് വ്യത്യാസമില്ല. അപ്പോൾ യാതൊരു പരമതത്വത്തെ അങ്ങ് ചിത്തത്തിൽ ധ്യാനിക്കുന്നുവോ ആ ഏകത്വം തന്നെ ഞങ്ങൾ മൂവരും. ബാഹ്യത്തിൽ 3 രൂപം കാണപ്പെടുന്നതാൽ ഞങ്ങൾ വേറെ വേറെയാണെന്ന് ധരിക്കേണ്ട. ആ ധരിച്ചതാണ് കുഴപ്പം. കേരളത്തിൽ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രമേ ഉള്ളൂ. അത് തിരുനാവായയ്ക്ക് അങ്ങേപ്പുറത്താണ്. അപ്പം എന്താ, നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ബലം പോയി. അപ്പോൾ ഞങ്ങൾ വെവ്വേറെയാണെന്ന് ധരിക്കേണ്ട. ഏകമായ ആ പരമതത്വം തന്നെ 3 രൂപത്തെ സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം, ആരും അടിച്ചേൽപ്പിച്ചതല്ല, ധരിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് സാരം. ശ്ലോകം 31. അധാസ്മദംശഭൂതാസ്തേ ആത്മജാലോകവിശ്രുതാ ഭവിതാരോ അംഗ ഭദ്രം തേ വിശ്രസ്യന്തി ച തേ യശാം. പൂജ്യനായോനെ, പട്ടപൂജയല്ല, പൂജനായോനെ. അതുകൊണ്ട് ഞങ്ങളുടെ അംശത്തിൽ നിന്നുണ്ടായവരും ലോകത്തിൽ കീർത്തിമാന്മാരുമായിട്ട് അങ്ങയുടെ പുത്രന്മാർ ഭവിക്കും. അങ്ങയുടെ യശസ്സിനെ അവർ വിസ്തരിപ്പിക്കും.
അങ്ങയ്ക്ക് മംഗളം. നോക്കൂ, ഒരു അച്ഛൻ്റെ പൂർണ്ണത എപ്പോഴാണ് അനുഭവിക്കുന്നത്? അച്ഛൻ്റെ ശ്രേയസ് മക്കൾ പരത്തുക. ഞാനതിൽ വിജയിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ? ഞാൻ ഈ പ്രഭാഷണം തുടങ്ങിയ സമകാലം മുതൽക്ക് തന്നെ ശ്രീ രംഗനാഥ ശർമ്മണെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ ഒരു ഋഷിതുല്യനാക്കി ഞാൻ കാണുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരിമിതികൾ നോക്കുമ്പോൾ ഞാൻ വളരെയധികം കണ്ടൻറ്റഡ്, സംതൃപ്തിയുള്ളവനാണ്. കാരണം ഉപനയനാദി കാര്യങ്ങളൊന്നും ഇല്ലാതെ കണ്ടും അത് ആവശ്യമില്ല, ഞാൻ അങ്ങനെ പറയാം. എന്നാൽ മത്സ്യമാംസങ്ങൾ കഴിക്കാണ്ട് മധുപാനം ചെയ്യാതെ കണ്ട് ഒരു സ്വഭാവ ശുദ്ധീകരണത്തോടു കൂടി ഈ പ്രായം വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. അപ്പോൾ എനിക്കതിൽ സന്തോഷമുണ്ട്, ആത്മസംതൃപ്തി, ഞാൻ അങ്ങനെ പറയാം, ആത്മസംതൃപ്തി. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? തൻ്റെ നിങ്ങളുടെ കുട്ടികൾ യശസ്വിയാക്കി തീർക്കും. അവിടെയാണ് ഈ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. എൻ്റെ ആചാര്യനെ ഞാൻ പരംഗുരുവായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ കർത്തവ്യം, എങ്ങനെ പറയാം, എൻ്റെ കർത്തവ്യം അപ്റ്റാവുള്ളൂ. അത് എന്നെ അറിയണവർക്കും അദ്ദേഹവും ഞാനും കൂടിയിട്ടുള്ള തുടക്കം മുതൽ ആസ്വദിച്ചിട്ടുള്ള ആൾക്കാരെ ഇത് കേൾക്കുന്നുണ്ട്, അവർക്കറിയും. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറയണത്. എന്താ ഭാവാർത്ഥം? ഞങ്ങൾ മൂവരും ഏകതത്വസ്വരൂപമാകയാൽ ഞങ്ങളുടെ അംശഭൂതന്മാരായിട്ട് കീർത്തിമാന്മാരായ 3 പുത്രന്മാർ അങ്ങയ്ക്കുണ്ടാവും. അവർ അങ്ങയുടെ കീർത്തിയെ ലോകത്തിൽ പരത്തും. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഇതാണ് അവർ കൊടുത്ത വരം. ഇനി 32ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഏവം കാമവരം ദത്വാ. എന്തുവരാണ്? കാമവരം. അത്രി മഹർഷിക്ക് എന്താണ് ആഗ്രഹം? ആ വര കൊടുത്തത്. ഏതൊരച്ഛനും തോന്നുന്ന ഒരു വികാരമുണ്ട്, എൻ്റെ മക്കളെ ലോകപ്രശസ്തി ആവണം എന്ന് പറഞ്ഞാൽ പ്രീതിജനകമായിട്ട് ജീവിക്കണം. പ്രീതി കഴിച്ചിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും എന്താണെന്നാ പറയുക, പ്രീതികരമായിട്ട്. കാരണം ഓരോ ജീവജാലത്തിലും ഭഗവാനുണ്ട്. അപ്പോൾ എത്ര ആൾക്കാരെ നമ്മൾ സേവ ചെയ്തു അത്രയും അനുഭവം നമുക്ക് ബ്ലെസ്സിങ് കൂടുകയാണ്. അപ്പോൾ ഏവം കാമവരം ദത്വാ പ്രതിജന്മുസുരേശ്വരാः സഭാജിതാസ്തയോ സമ്യക് ദമ്പത്യോർമിഷദോസ്തദാ. ഇപ്രകാരം ആഗ്രഹിച്ച വരത്തെ ദാനം ചെയ്തിട്ട് ആ ദമ്പതിമാരാൽ സത്കരിക്കപ്പെട്ടവരായ ദേവേശ്വരന്മാർ അവർ നോക്കിയിരിക്കെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി മടങ്ങിപ്പോയി. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ദമ്പതിമാരായ അത്രിയാലും അനസൂയയാലും വിധിപ്രകാരം സൽക്കരിക്കപ്പെട്ട, ആ വിധിപ്രകാരം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സപ്താഹം വിധിപ്രകാരമാവണം. അതിൻ്റെ ഇടയിൽ ഐശ്വര്യപൂജയും ഉണ്ണിയൂട്ടും പറന്നറിയും പറഞ്ഞിട്ടില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? സമർപ്പണത്തിനാണ്. പ്രമോഷയോ അവിടെയാണ് വ്യത്യാസം. ഇപ്പോൾ പാരായണം നടക്കുന്ന സമയത്ത് ഒരു പറ നിറയ്ക്കുകയാണ് വിചാരിക്കുക. നമ്മുടെ ശ്രദ്ധ എന്തിനുണ്ടാവുക? ആ പറ നിറയ്ക്കണ ആൾ മുറം എടുത്തിട്ട് നെല്ല് മുറത്തിലെടുത്തിട്ട് ആ പറയ്ക്ക് പ്രദക്ഷിണം ചെയ്യുന്നുണ്ടോ? അവർ ശരിക്കാണോ അതിൽ വീട്ടുന്നത്? ആരാണ് അവർ? പരിചയമുള്ളവരാണോ? അല്ല അവരുടെ സാരി ഇതേവരെ കാണാത്തതാണോ? പ്രമോഷയിലേ. അപ്പോൾ യജ്ഞവേദിയിൽ ശ്രദ്ധവാൻ ലഭത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രഭാഷണമാണെങ്കിലും പാരായണമാണെങ്കിലും അത് നടക്കാൻ പാടുള്ളൂ, വേറൊന്നും നടക്കാൻ പാടില്ല. കാരണം
അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്ത് പോവും. അതന്നെ. അപ്പോൾ പറഞ്ഞു, വിധിപ്രകാരം സൽക്കരിക്കപ്പെട്ട ദേവാധിപന്മാരായ ബ്രഹ്മവാദികൾ അവർ ആഗ്രഹിച്ചിരുന്ന വരം നൽകിയ ശേഷം അവർ നോക്കിക്കൊണ്ടിരിക്കെ അവിടെ നിന്ന് മറഞ്ഞു. ഇവിടെയാണ് നിന്ന് മറഞ്ഞു എന്ന് പറഞ്ഞുള്ളൂ. വാക്കാർത്ഥം പറയുമ്പോൾ എന്താ പറഞ്ഞത്? മടങ്ങിപ്പോയി എന്നാണ്. മടങ്ങിപ്പോക്കും മറഞ്ഞു എന്ന് പറഞ്ഞു കൂട്ടിയിട്ട് വളരെ വ്യത്യാസമുണ്ട്. മടങ്ങിപ്പോവുക എന്നുള്ളത് നടന്നു പോകുന്നത് കാണണം, അങ്ങനെ ഇല്ല. ദേവന്മാർ അപ്രത്യക്ഷമാവുക ചെയ്യുക. പ്രശ്നമുണ്ടോ? 33-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. സോമോ അഭൂൽ ബ്രഹ്മണോ അംശേന ദത്തോ വിഷ്ണോസ്തു യോഗവിത് ദുർവാസ സങ്കരസ്യാംശോ നിബോധാം അങ്കിരസ പ്രജാ. അതായത് ഈ ത്രിമൂർത്തികളുടെ അംശമായിട്ട് ആരൊക്കെയാണ് ഇവർക്ക് ജനിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത്. ബ്രഹ്മാവിൻ്റെ അംശത്താൽ ചന്ദ്രൻ, അത്രിയുടെ മകനാണ് ചന്ദ്രൻ, ഉണ്ടായി. വിഷ്ണുവിൻ്റെ അംശത്താലാകട്ടെ യോഗങ്ങളെ അറിയുന്ന ദത്താത്രേയ മഹർഷി, ദത്തനും ദുർവാസസ് ശങ്കരൻ്റെ അംശം, ദുർവാസസ് ശങ്കരൻ്റെ അംശം, അങ്കിരസിൽ നിന്നുണ്ടായ പ്രജകളെ അറിഞ്ഞാലും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ബ്രഹ്മാവിൻ്റെ അംശത്താൽ അത്രിയിൽ സൗമ്യ സ്വഭാവമുള്ള ചന്ദ്രൻ, അതാണ് ഈ ചന്ദ്രൻ എന്നുള്ള ഗ്രഹം അത്യുച്ചത്തിലായാൽ എന്താണ് ഫലം? ശാന്തത. മനസ്സിന് സമചിത്തത ഉണ്ടാവും ചന്ദ്രൻ ബലം ഉണ്ടെങ്കിൽ, ചന്ദ്രബലം എന്നങ്ങനെ പറയാം. അപ്പോൾ ചന്ദ്രൻ ജനിച്ചു. വിഷ്ണുവാംശത്താൽ സകല യോഗങ്ങളെയും അറിയുന്ന ദത്തനുണ്ടായി. ശങ്കരാംശത്താൽ ദുർവാസസ്സും ജനിച്ചു. അത്രിയുടെ സന്താനങ്ങളാണ് ഇവർ. ഇനി അങ്കിരസിൻ്റെ വംശം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രിയുടെ അത് അവിടെ നിന്നു. ഇനി അങ്കിരസിൻ്റെ 34-ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ശ്രദ്ധാ ത്വങ്കിരസാ പത്നി ചതസ്രോ അസൂത കന്യകാ സിനീവാലി ഗുഹൂരാഗാ ചതുർത്ഥ്യാനുമതിസ്തഥാ. അങ്കിരസിൻ്റെ പത്നിയായ ശ്രദ്ധയാകട്ടെ, വളരെ വിശേഷമുണ്ട്. ശ്രദ്ധ എന്നുള്ളത് ഇവിടെ അങ്കിരസിൻ്റെ പത്നിയുടെ പേരാണ്. യാദേവി സദ്ബോധേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമ. ദൈവിക കലയാണ് ശ്രദ്ധ എന്നുള്ളത്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഉള്ളതെല്ലാം ഒബ്ജക്റ്റീവ്സാണ് എന്ന് പറയും. അനസൂയ, അസൂയ ഇല്ലാത്തവൾ അല്ലേ, കീർത്തി. അപ്പോൾ ഇവിടെ ശ്രദ്ധ, ശ്രദ്ധവാൻ ലഭത്തെ കാര്യം എന്നൊക്കെ പറയും. അപ്പോൾ പത്നിയായ ശ്രദ്ധയാകട്ടെ 4 കന്യകമാരെ പ്രസവിച്ചു എന്നാ. 4 പെൺകുട്ടികളെയാണ് പ്രസവിച്ചത്. അങ്കിരസിൻ്റെ ധർമ്മപത്നിയായ ശ്രദ്ധ ധർമ്മകർമ്മങ്ങളുടെ കലാഭിമാനികളായ 4 കന്യകമാരെ പ്രസവിച്ചു. കൃഷ്ണപക്ഷ ചതുർദശ്യാഭിമാനി ദേവതയായ സിനീവാലിയുടെ ഗുണഗണങ്ങൾ എന്താ? കൃഷ്ണപക്ഷ ചതുർദശ്യാഭിമാനി ദേവതയാണ്. അമാവാസ്യാഭിമാനി ദേവതയായ കുഹു, അതിലേറെ 2. പിന്നെ ശുക്ലപക്ഷ ചതുർദശ്യാഭിമാനിയായ അനുമതി. തല കുമ്പിട്ട് തല താഴ്ത്തി കാല് മേപ്പട്ടായി നിന്നാലും ആഖ്യാനം പഠിക്കാണ്ട് ഇത് പറ്റില്ല. അപ്പോൾ പൂർണ്ണമാസ്യാഭിമാനിയായ രാഗ. അപ്പോൾ 4 ആളുമായി. ഇങ്ങനെ 4 കന്യകമാർ ശ്രദ്ധാപുത്രിമാരാകുന്നു. സൽക്കർമ്മങ്ങളെ നടത്തുന്നതിന് വിധിച്ചിരിക്കുന്ന 2 പക്ഷങ്ങളുടെ ചതുർദശി പഞ്ചദശി എന്ന തിഥികളുടെ ദേവതകളാണ്. അതായത് കറുത്ത പക്ഷത്തും വെളുത്ത പക്ഷത്തിലുള്ള അതാണ് 2 2 പക്ഷങ്ങൾ ചതുർദശി പഞ്ചദശി 2 ഇതിലും ചതുർദശി
വരുമ്പോൾ 4 ആളായി. അല്ല പിന്നെ അതെ 2 ആൾ. പിന്നെ പഞ്ചദശി അപ്പോൾ 2 2 4 ആയി. മനസ്സിലായില്ലേ? ദേവതകളാണ് ഇവർ എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.